2024 ജൂൺ 16 ഞായർ. ഇന്ന് 1199 മിഥുനം 2. വാർത്തകൾ വായിക്കുന്നത് ജി രവി. പട്ടിണിയുടെ നടുവിൽ ഗാസയിലെ പെരുന്നാൾ. നാളെ ബലിപ്പെരുന്നാളിന് പുതുവസ്ത്രവും കളിച്ചിരികളും വിരുന്നുമില്ലാതെ ഗാസയിലെ ജനങ്ങൾ. 8 മാസം പിന്നിട്ട യുദ്ധം മൂലം കടുത്ത ക്ഷാമത്തിന് നടുവിലായ ഗാസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പട്ടിണി മരണത്തിൻ്റെ വക്കിലാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ നൽകുന്ന ഭക്ഷണപ്പൊതികൾ മാത്രമാണ് ഇത്തവണ പെരുന്നാളിനുണ്ടാകുക. ഈ വർഷം ഈദില്ല. മധ്യ ഗാസയിലെ ദൈർ ബലാഹിലെ അഭയാർത്ഥി ക്യാമ്പിലെ നാദിയ ഹുമോദ പറഞ്ഞു. അവരുടെ മകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിൽ നിന്ന് ഓടിപ്പോന്നതാണ് നാദിയയുടെ കുടുംബം. വരും ആഴ്ചകളിൽ ജനസംഖ്യയുടെ പകുതിയോളം 10 ലക്ഷത്തിലേറെ പേർ പട്ടിണിയുടെ പിടിയിലാകുമെന്നാണ് UN ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ്. അതിനിടെ ഇന്നലെ ഗാസ സിറ്റിയിലെ 3 വീടുകളിൽ ഇസ്രായേൽ നടത്തിയ ബോംബിങ്ങിൽ 28 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിൽ 2 ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ 37,296 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 85,197 പേർക്ക് പരിക്കേറ്റു. തെക്കൻ ഗാസയിൽ 8 സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. യമനിലെ ഹൂതികളുടെ താവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ 7 റഡാർ കേന്ദ്രങ്ങൾ തകർത്തെന്ന് US മിലിറ്ററി സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇക്കാര്യം ഹൂതികൾ സ്ഥിരീകരിച്ചിട്ടില്ല. ചെങ്കടലിലെ കപ്പൽ നീക്കം അറിയാൻ ഹൂതികൾ ഉപയോഗിച്ചിരുന്ന റഡാറുകളാണ് തകർത്തതെന്ന് US അവകാശപ്പെട്ടു. ചെങ്കടലിൽ ബോംബടങ്ങിയ 2 ട്രോൺ ബോട്ടുകളും US തകർത്തു. കഴിഞ്ഞ ബുധനാഴ്ച ഗ്രീക്ക് ചരക്ക് കപ്പലിനു നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു ഫിലിപ്പീൻസുകാരനായ നാവികനെ കാണാതായിരുന്നു. കപ്പലിലെ മറ്റ് 21 ജീവനക്കാരെയും രക്ഷിച്ചു. ട്രോൺ ബോട്ട് ഉപയോഗിച്ചായിരുന്നു ചരക്ക് കപ്പൽ ആക്രമിച്ചത്. 80,000 ടൺ കൽക്കരിയുമായി തീപിടിച്ച കപ്പൽ ചെങ്കടലിൽ നിയന്ത്രണമറ്റ് ഒഴുകുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ ഗാസ ആക്രമണം നിർത്തും വരെ ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതികളുടെ നിലപാട്. 2014 മുതൽ യമൻ തലസ്ഥാനമായ സന അടക്കം മേഖലകൾ ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. നീറ്റ് പരീക്ഷ ഗോദ്രയിൽ നടന്നത് ഒത്തുകളി, 5 പേർ അറസ്റ്റിൽ. വിജയമുറപ്പാക്കാൻ രക്ഷിതാക്കൾ 10 ലക്ഷം രൂപ നൽകിയതായി സൂചന. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലെ ഗോദ്രയിൽ നടന്നത് ആസൂത്രിത തട്ടിപ്പെന്ന വിവരം. ഗോദ്രയിൽ ജയ് ജൽറാം സ്കൂളും റോയ് ഓവർസീസ് എന്ന എൻട്രൻസ് കോച്ചിംഗ് സ്ഥാപനവും ചേർന്ന് നടത്തിയ തട്ടിപ്പിൽ 5 പേർ അറസ്റ്റിലായി. മക്കളുടെ വിജയം ഉറപ്പാക്കാൻ ഓരോ രക്ഷിതാവും 10 ലക്ഷം രൂപയുടെ വരെ ഇടപാട് നടത്തിയിരുന്നു എന്നാണ് സൂചന. പല സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇവിടം പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുക്കുന്നതിലെ ദുരൂഹത നേരത്തെ പുറത്തു വന്നിരുന്നു. പ്രവേശനം ലഭിക്കാൻ വിദ്യാർത്ഥികൾ ഏജന്റുമാർ വഴി വൻ തുക ചെലവാക്കിയിരുന്നുവെന്ന് വിവരമുണ്ട്. ബീഹാർ ഇക്കണോമിക്സ് ഒഫൻസേഴ്സ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നതായി സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് ബീഹാർ DGP NH ഖാൻ പറഞ്ഞു. ആരോപണത്തെക്കുറിച്ച് ദേശീയ പരീക്ഷാ ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണെന്ന് ഖാൻ പറഞ്ഞു. ചോദ്യക്കടലാസ് ചോർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരുന്നത്. മഴയ്ക്ക് മുൻപ് ശുചീകരണം ഏകോപനത്തിന് വിനയായത് പെരുമാറ്റച്ചട്ടമെന്ന് മന്ത്രി രാജേഷ്. ലോക്സഭാ വോട്ടെടുപ്പ് കഴിഞ്ഞും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തുടർന്നത് മൂലം ഉദ്യോഗസ്ഥതല യോഗങ്ങൾ വിളിക്കാൻ വിലക്ക് ഉണ്ടായിരുന്നതിനാൽ ജില്ലാതലത്തിൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താൻ ഇത്തവണ സാധിച്ചില്ല. മന്ത്രി MP രാജേഷ്, കലക്ടർമാർ, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർമാർ എന്നിവരാണ് പ്രവർത്തനങ്ങൾ ഏകോപിച്ചത്. തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് ചുമതലകളിലായപ്പോൾ വകുപ്പിലെ വാഹനങ്ങൾ കമ്മീഷൻ തിരഞ്ഞെടുപ്പിനായി ഏറ്റെടുക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിന് മുൻപ് മാർച്ച് 16-ന് ശുചീകരണത്തിനായി സർക്കുലർ ഇറക്കിയിരുന്നു. മെയ്യിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ അസോസിയേഷനുകളുടെയും വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളുടെയും പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർത്തു. മെയ് 18-നും 19-നും ശുചീകരണം നടത്തുന്ന കാര്യം വാർത്താ സമ്മേളനം വഴിയും അറിയിച്ചു. ദീർഘമായ വേനൽ മഴയും മേഘവിസ്ഫോടനം മൂലമുണ്ടായ അതിതീവ്ര മഴയും ശുചീകരണത്തിന് തടസ്സമായി. വോട്ടർ പട്ടികയിൽ 21 വരെ പേര് ചേർക്കാം. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ 21 വരെ അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2024 ജനുവരി 1-ന് അതിനു മുൻപോ 18 വയസ്സ് തികയുന്നവർക്ക് പേര് ചേർക്കാം. ഉടൻ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 50 വാർഡുകൾ ഉൾപ്പെടെ മുഴുവൻ സ്ഥാപനങ്ങളിലെയും പട്ടികയാണ് പുതുക്കുന്നത്.
ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളിൽ പ്രവാസി ഭാരതീയരുടെ വോട്ടർ പട്ടികയും തയ്യാറാക്കുന്നുണ്ട്. അന്തിമ പട്ടിക ജൂലൈ 1 പ്രസിദ്ധീകരിക്കും. നിയമസഭ, ലോക്സഭ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും തദ്ദേശ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. നിയമസഭ, ലോക്സഭ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും തദ്ദേശ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പാക്കണം. തദ്ദേശ വോട്ടർ പട്ടികയുടെ കരട് വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനത്തിലും വില്ലേജ്, താലൂക്ക് ഓഫീസുകളിലും പരിശോധനയ്ക്ക് ലഭിക്കും. 5.5 വർഷം പോലീസിൽ ജീവനൊടുക്കിയത് 81 പേർ. ആത്മഹത്യാ ശ്രമം നടത്തിയത് 15 പേർ. സംസ്ഥാന പോലീസിൽ 5.5 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് 81 പേർ. 15 പേർ ജീവനൊടുക്കാൻ ശ്രമിച്ചു. 2019 ജനുവരി മുതലുള്ള കണക്കാണ് ഇത്. ഇതേ കാലയളവിൽ 175 പേർ സ്വയം വിരമിക്കൽ തിരഞ്ഞെടുത്തെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2019 18 പേർ, 2020 10 പേർ, 2021 8 പേർ, 2022 20 പേർ, 2023 മുതൽ ഇതുവരെ 25 പേർ എന്നിങ്ങനെയാണ് ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം. 2023 ഓഗസ്റ്റ് 30 വരെയുള്ള 169 ആത്മഹത്യകൾ പോലീസ് ആസ്ഥാനത്ത് നേരത്തെ അവലോകനം ചെയ്തിരുന്നു. അതിൽ 30 പേരുടെ മരണകാരണം കുടുംബപരമായ പ്രശ്നങ്ങളാണെന്നാണ് കണ്ടെത്തൽ. ആരോഗ്യ കാരണങ്ങളാൽ 5 പേരും, വിഷാദരോഗത്താൽ 20 പേരും, ജോലി സമ്മർദ്ദത്താൽ 7 പേരും, സാമ്പത്തിക കാരണങ്ങളാൽ 5 പേരും ആത്മഹത്യ ചെയ്തെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2 പേർ ജീവനൊടുക്കിയതിൻ്റെ കാരണം വ്യക്തമല്ലെന്നാണ് നിഗമനം. സ്വയം വിരമിക്കലിന് അപേക്ഷിച്ചവരിൽ 64 പേർ ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണമെന്ന് വ്യക്തമാക്കിയിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ കാരണം 27 പേരും, മേലുദ്യോഗസ്ഥരുടെ മോശമായ ഇടപെടൽ കാരണം 3 പേരും, വിദേശ ജോലിക്കായി 7 പേരും, സ്വന്തമായ സംരംഭം തുടങ്ങാൻ 3 പേരും അപേക്ഷ നൽകി. കുടുംബ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയിലേക്ക് പോലീസുകാരെ നയിക്കുന്നതിൻ്റെ കാരണം സേനയ്ക്കുള്ളിലെ സമ്മർദ്ദമെന്നാണ് പോലീസ് അസോസിയേഷൻ ഭാരവാഹികളുടെ അഭിപ്രായം. 29 പേർ അപകടനില തരണം ചെയ്തു. കുവൈറ്റിലെ മംഗഫിൽ തൊഴിലാളികൾ താമസിച്ച കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന 31 പേരിൽ 29 പേരും അപകടനില തരണം ചെയ്തതായി കമ്പനി അധികൃതർ അറിയിച്ചു. ഇവരിൽ 14 പേർ മലയാളികളാണ്. ജിതേന്ദ്ര സിംഗ് എന്ന ഇന്ത്യക്കാരനും ഫിലിപ്പീൻ സ്വദേശിയുമാണ് ശ്വാസതടസ്സം മൂലം വെന്റിലേറ്ററിൽ തുടരുന്നത്. ആശുപത്രിയിലുള്ള 31 പേരിൽ 25 പേരും ഇന്ത്യക്കാരാണ്. ഇവരെ എല്ലാവരെയും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളുമായി ഫോണിൽ സംസാരിക്കാൻ പലർക്കും അവസരമൊരുക്കി. മരിച്ച 49 പേരിൽ 45 ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചതായും ഒരു ബീഹാർ സ്വദേശിയുടേതുൾപ്പെടെ 4 മൃതദേഹങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം കൊണ്ടുപോകുമെന്നും കമ്പനി അറിയിച്ചു. അഗ്നിബാധയിൽ ഗുരുതര പരിക്കേറ്റ തൊഴിലാളികൾക്ക് അടിയന്തര ചികിത്സ സഹായമായി 2 ലക്ഷം രൂപ വീതം നൽകുമെന്ന് കമ്പനി മാനേജ്മെൻറ്റ് അറിയിച്ചു. തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകേണ്ടവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കും. ലോക കേരള സഭയ്ക്ക് പരിരക്ഷ നിയമം നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി. കുടിയേറ്റക്കാരോടുള്ള നയം കേന്ദ്രം മാറ്റണമെന്ന് മുഖ്യമന്ത്രി 4ാം ലോക കേരള സഭ സമ്മേളനം സമാപിച്ചു. ലോക കേരള സഭയ്ക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ സഹകരണം തേടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ 4ാം ലോക കേരള സഭയുടെ സമാപന സമ്മേളനത്തിൽ ചർച്ചകൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കുടിയേറ്റക്കാരോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയം മാറണം, കുടിയേറ്റം മുഖ്യ വിഷയമായി കണ്ട് വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യമേർപ്പെടുന്ന വിദേശ കരാറുകളിലോ ഉപകരാറുകളിലോ പലപ്പോഴും കുടിയേറ്റം വിഷയമാകാറില്ല. കുടിയേറ്റ തൊഴിലാളി സംരക്ഷണം സംബന്ധിച്ച ഉപകരാർ ഉണ്ടാക്കുന്നതിന് കേന്ദ്രം മുൻകൈയെടുക്കണം. കേരളീയ കലാരൂപങ്ങൾ ഓൺലൈനായി പഠിക്കാൻ പ്രവാസികൾക്ക് അവസരമൊരുക്കും. കേരളത്തിൻ്റെ തനതു കലാരൂപങ്ങൾ കോർത്തിണക്കി കലാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിൽ അവതരണം നടത്തും. ആദ്യത്തേത് US സംഘടിപ്പിക്കും. കുടുംബശ്രീ മിഷൻ മാതൃകയിൽ പ്രവാസി മിഷൻ രൂപീകരിക്കുന്നത് പരിഗണനയിലാണ്. പ്രവാസികളുടെ പ്രായമായ മാതാപിതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള കേന്ദ്രം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുണ്ട്. വിദേശ വിദ്യാർത്ഥികളെ അടക്കം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കാനാണ് ശ്രമം. ചില വിദേശ രാജ്യങ്ങളിൽ മേശയും കസേരയും ഉണ്ടായാൽ മാത്രം സർവകലാശാലയായി ചിത്രീകരിക്കുന്നുണ്ട്. ആ ചതിക്കുഴിയിൽ വിദ്യാർത്ഥികൾ വീഴരുത്. കേരളത്തിലെ സർവകലാശാലകളിൽ ആധുനിക കോഴ്സുകൾ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശുഭദിനം. നന്ദി.